ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ വരാനിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാൻ സമയമായിട്ടുണ്ടാവുക. ആൻഡ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക. മെഡിറ്റേഷൻ്റെ ബൈറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും റെസനേഷൻ സംഭവിച്ചിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ റെസനേഷൻ്റെ ബൈറ്റ് വെക്കുന്നത്. സോ അത് കണ്ടിട്ട് മെഡിറ്റേഷൻ്റെ ബൈറ്റ് വെച്ചിട്ട് ഓടി വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, വാട്ട് യു നീഡ് ടു. ഓക്കെ, 2 cards. നല്ല എനർജിയാണ് കിട്ടുന്നത്. നോക്കിക്കോളുക, കെയർ ചെയ്തിരിക്കുക. നല്ല എനർജീസ് വരുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ മെമ്മറീസിൽ തട്ടിത്തടഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളെക്കാളും മികച്ചതായിട്ട് അവർ ഇതുവരെയും ആരെയും കണ്ടുമുട്ടിയിട്ടില്ല എന്നുള്ളൊരു വാസ്തവം ഈ ഒരു റീഡിങ്ങിൽ വിളിച്ചു ഓതുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്നേഹവും നിങ്ങളുടെ ആ ഒരു കെയറിങ്ങും നിങ്ങളുടെ ആ ഒരു ലവും മറ്റെവിടെ നിന്നും അവർക്ക് ലഭിക്കുന്നില്ല, മറ്റെവിടെ നിന്നും അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെമ്മറീസ്, നിങ്ങളുമായിട്ട് ഒത്തുള്ള മെമ്മറീസ്, നിങ്ങളൊത്തുള്ള നല്ല നിമിഷങ്ങൾ അവരെ വളരെ വാല്യൂ ഉള്ളതാക്കി തീർക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് അർഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ലൈഫിൽ, അത്രമാത്രം ഇമ്പോർട്ടൻസ് അവരിപ്പോൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം നിങ്ങളെ കെയർ ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്, അത്രത്തോളം തന്നെ നിങ്ങളെ കെയർ ചെയ്യാനായിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരുപാട് മെമ്മറീസ് അതാണിപ്പോൾ അവരെ സ്റ്റോക്ക് ചെയ്യുന്നത്. അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, ഫ്രീസിങ് സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട്. അതായത്
നിങ്ങളെ അവർ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നു. ഫിദ എന്ന് പറയില്ലേ, മറ്റേ ഫിദ മൂവിയിൽ സായി പല്ലവി, അതായത് ഫാനായി, നിങ്ങളുടെ ഫാനായിട്ടുണ്ട് അവരിപ്പോൾ. നിങ്ങളെങ്ങനെയെങ്കിലും കാണണം, നിങ്ങളെങ്ങനെയെങ്കിലും കോണ്ടാക്റ്റിലാവണം, നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത് അവരുടെ മുന്നിലൂടെ അവർക്ക് കണ്ട് ആസ്വദിക്കണം എന്നൊക്കെയാണ് അവർ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അവർക്ക് വളരെ നാച്ചുറൽ ആയിട്ടുള്ള, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും മുന്നോട്ട് പോകണമെന്നും വളരെ ആഗ്രഹമുള്ള വ്യക്തികളാണ്. വളരെയധികം ഫിനാൻഷ്യലി അധ്വാനിക്കുന്ന വ്യക്തികളാണ്, ക്രിയേറ്റീവായിട്ട് അധ്വാനിക്കുന്ന വ്യക്തികളാണ്, IT മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നന്നായിട്ട് അറിയുന്ന വ്യക്തികളാണ്. ഒരിക്കലും ഉഴപ്പികളോ ഒന്നുമല്ല. വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിനൊരു വലിയ ക്ലാരിറ്റി കൊടുക്കുകയും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കാണിച്ചു തരികയും ചെയ്യുന്ന വ്യക്തികളാണ് ഇവർ. അവർക്ക് ഭയങ്കരമായിട്ട് നീതി, ന്യായം, നിഷ്ഠ എന്നൊക്കെ പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. നീതിക്കൂടെയും ന്യായത്തിലൂടെയും ഒക്കെ കാര്യങ്ങൾ നേടുന്നതും നീതിയായിട്ടും ന്യായമായിട്ടും ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതും സംഭവിപ്പിക്കുന്നതും ഒക്കെ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അവരവരുടെ ലൈഫിൽ നേടാൻ പാകമുള്ള എല്ലാ കാര്യങ്ങളും അവർ നേടിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളെക്കാൾ ഉപരിയായിട്ട് മറ്റൊരാളെ അവർ ഇതുവരെയും കണ്ടിട്ടുമില്ല, കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു തോന്നൽ അവർ ഭയങ്കരമായിട്ട് അവരുടെ മനസ്സിൽ കുത്തി കയറുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനെ അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു തോന്നലാണ്. നിങ്ങൾ എത്ര അകന്ന് നിന്നാലും, നിങ്ങൾ എത്ര മാറിപ്പോയാലും ഇവരിൽ വിട്ട് നിങ്ങൾ എവിടേക്കും പോവില്ല, മറ്റൊരാൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം വഹിക്കില്ല എന്നൊക്കെയുള്ളൊരു ഉറച്ച വിശ്വാസം ഇവർക്കുണ്ട്. ആ സ്ഥാനത്ത് നിങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി എന്നാണ് എനിക്ക് കാണുന്നത്. മറ്റൊരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് എനിക്കൊരാശ്വാസമായിട്ട് മറ്റൊരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങി. പക്ഷെ അവരിപ്പോഴും എത്ര നാൾ ഞാൻ ലോങ് ഡിസ്റ്റൻസിലിരുന്നാലും എൻ്റെ ഈ വ്യക്തി എന്നെ അല്ലാതെ മറ്റൊരാളെയും കാത്തിരിക്കത്തില്ല, എനിക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും വെയിറ്റ് ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഈ പറയുന്ന വ്യക്തി ഇരിക്കുന്നത്. ആ വ്യക്തിയുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. ഇന്നേ വരെ തോന്നാത്ത പല ഫീലിങ്സും നിങ്ങളിലൂടെ അവർ കാണുന്നുണ്ട്. നിങ്ങൾ കൊടുത്തൊരു ഗിഫ്റ്റിലൂടെ ആയിരിക്കാം, ഒരു വിളക്ക് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിളക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റുകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പിടിച്ചുകൊണ്ടാണ് അവർ ഓരോ മെമ്മറീസ് നിങ്ങളുടെ ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നത്. ആ ഒരു ഗിഫ്റ്റ് ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതുവരെയും തോന്നാത്ത പല ഫീലിങ്സും ഇപ്പോൾ നിങ്ങളെ കാണാത്ത ഈ ഒരു നിമിഷം അവർക്ക് അവരുടെ മനസ്സിലൂടെ കടന്നു പോവാണ്. നിങ്ങളെ ഒരു ഫൗണ്ടേഷനായിട്ട് ഉയർത്തിക്കൊണ്ട് അവർ നിങ്ങളിലൂടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി അതിലൂടെ ഒരു വീട് പണിതുയർത്തുന്ന പോലെ നിങ്ങളുമായിട്ടുള്ള ബന്ധം കെട്ടിപ്പടുത്തുയർത്തണമെന്നാണ് അവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ലിവിങ് ടുഗദർ ആണ്, മേ ബി വെറുതെ നിങ്ങൾ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ആണെങ്കിൽ പോലും, നിങ്ങളുമായിട്ടുള്ള ആ ലൈഫ് അവർ ലോങ് ടൈം ആയിട്ട് സ്റ്റിൽ ലോങ് ടൈം ആയിട്ടാണ് അവർ കാണുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഡ്രസ്സ് അല്ലെങ്കിൽ തുണി മാറും പോലെ ബന്ധങ്ങളെ മാറ്റാനായിട്ട് കഴിവുള്ള ആളുകൾ ഇക്കാലത്ത് ഒരുപാടുണ്ട്. ഒരു ഡ്രസ്സ് മാറി അടുത്ത ഡ്രസ്സ് ഇടുന്ന പോലെയാണ് ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് അടുത്ത റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു മാരേജ് ഡിവോഴ്സ് ചെയ്തിട്ട് നെക്സ്റ്റ് മാരേജിലേക്ക് പോകുന്നതൊക്കെ. ആ ഒരു മൈൻഡോ ആ ഒരു ഇതോ ഒന്നും നിങ്ങളുടെ വ്യക്തിക്കില്ല. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് പ്യുവർ സോളാണ്. ഇപ്പോൾ ഓരോരുത്തരെ ബന്ധങ്ങളെ പിരിച്ചു കളയുന്ന രീതിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതി. എന്നാൽ ഇവിടെ ഈ വ്യക്തികൾക്ക് ലോങ് ടൈം ആയിട്ടുള്ള സെറ്റിൽമെൻ്റ് ആണ് നിങ്ങളുമായിട്ട് അവർ കണക്ക് കൂട്ടുന്നത്, അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളെ സെക്യൂറായിട്ട് ഇരിക്കണം, നിങ്ങളെ സ്റ്റേബിളായിട്ട് ഇരുത്തണം എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എയിമിന് എന്താണോ അത് ഫോക്കസ് ചെയ്യുക. ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. മഴവില്ലൊക്കെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അതനുസരിച്ച് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് എഫേം ആവും. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.